നമുക്ക് ഇതിൻ്റെ കണക്കുകൾ പ്രധാനമാണ്. തീർച്ചയായിട്ടും കണക്കിൽ നിന്ന് വേണം തുടങ്ങാൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കണക്കിലേക്ക് പോകുന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചോട്ടെ, ഇത് കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം നമുക്ക് ഇതിലൂടെ വ്യക്തി 23 വാർഡുകളാണ്. പക്ഷേ കേരളത്തിലെ എല്ലാ മേഖലയിലുള്ള വാർഡുകൾ, എല്ലാ പ്രദേശവും ഒന്ന്, അത് 10 ജില്ലകളിലായിട്ട് അത് പരന്ന് കിടക്കുന്നു. പിന്നെ നഗരപ്രദേശങ്ങൾ ഗ്രാമം എല്ലാം ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. ശരിക്കും രാഷ്ട്രീയ കേരളത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ എന്ന് നമുക്ക് പറയാം. മാത്രമല്ല ഇതിനകത്ത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ LDF വ്യക്തമായ മേൽക്കൈ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 23 മണ്ഡലങ്ങളിൽ UDF മേൽക്കൈ. അതായത് ഇന്ന് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണിയ 23 മണ്ഡലങ്ങളിലെ ആകെ മുൻതൂക്കം ആധിപത്യം 2020 UDF UDF 13 സീറ്റുകൾ ലഭിച്ചു, LDF വെറും 5 സീറ്റുകൾ. 2020 LDF 5, വെറും 5, UDF 13, LDF 5, BJP 4. BJP ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. BJP പിന്തുണയുള്ള ഒരു സ്വതന്ത്രൻ ഒരു സീറ്റിലാണ് ജയിച്ചിരുന്നു. ഇത്തവണയാവട്ടെ ഇന്നിപ്പോൾ LDF 5 എന്നത് 10ആയി, നേരെ ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. UDF 13 എന്നത് 10ആയി ചുരുങ്ങി, 3 സീറ്റുകൾ ചുരുങ്ങി. BJPക്ക് തിരിച്ചടിയാണ്, 4 എന്നത് 3ആയി ചുരുങ്ങി. ആ സ്വതന്ത്രനെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ 5 എന്നത് 3ആയി ചുരുങ്ങി. ഇതിനകത്ത് UDF നിന്ന് 4 വാർഡുകൾ LDF പിടിച്ചെടുത്തു, 4 വാർഡുകൾ. BJPയിൽ നിന്ന് 3 വാർഡുകൾ LDF പിടിച്ചെടുത്തു. ഈ 3 വാർഡുകളുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ, ഉദാഹരണം തിരുവനന്തപുരത്തെ അത് BJPയുടെ നമ്മൾ നോക്കേണ്ടത്, BJP ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എത്രയോ, എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പ് തന്നെ അവർ ഈ വാർഡുകൾ കേന്ദ്രീകരിച്ചെല്ലാമുള്ള പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെയുള്ള BJPയുടെ ഒരു സിറ്റിംഗ് വാർഡാണ് LDF പിടിച്ചെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 ട്രെൻഡുകൾ പൊതുവെ നമ്മൾ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ, അതായത് തിരുവനന്തപുരത്ത് വെള്ളാറും പഞ്ചായത്തിലെ കുന്നനാട്, പിന്നെ ചടയമംഗലത്തെ പൂരിയോട്. ഓക്കെ, അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ 1. അതുപോലെ UDF നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ ഈ ജില്ലകളിലെ ഈ ഓരോ വാർഡുകൾ LDF പിടിച്ചെടുത്തു. ഇതിനകത്ത് നമ്മൾ മൊത്തം വീക്ഷിച്ചു കഴിഞ്ഞാൽ UDF സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന 2 ഫലങ്ങളുണ്ട്. ഒന്ന് മട്ടന്നൂരിൽ ഇപ്പോൾ ചില ചാനലുകളൊക്കെ അവിടെ BJP അക്കൗണ്ട് തുറന്നത് LDF തിരിച്ചടി എന്ന രീതി വ്യാഖ്യാനിക്കും. പക്ഷേ UDF ഒരു സിറ്റിംഗ് സീറ്റാണ് BJP പിടിച്ചെടുത്തത്. UDF തന്നെ ആരുടെയാണ്? കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റ്. അതുപോലെ തൃശ്ശൂരിലെ മുല്ലനേഴി, അത് UDF സീറ്റാണ്. ആ UDF സീറ്റ് തൃശ്ശൂരുകാരന്റെ തിരുത്താണ്. മുല്ലശ്ശേരിയിൽ UDF സിറ്റിംഗ് സീറ്റ് LDF അവിടെ ജയിച്ചു, LDF പിടിച്ചെടുത്തു. പക്ഷേ BJP 2ാം സ്ഥാനത്ത്, അവിടെ BJP 2ാം സ്ഥാനത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ LDF പല ഘട്ടത്തിലും ഉയർത്തിക്കാണിക്കുന്ന ഒരു വസ്തുതയുണ്ട്. BJPയുമായി കോൺഗ്രസ്, UDF ഓരോരോ ധാരണയുണ്ടാക്കുന്നു, കേന്ദ്ര സർക്കാരിനെ ശക്തമായി വിമർശിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ 2 ഫലങ്ങൾ, മട്ടന്നൂരിലെയും മുല്ലനേഴിലെയും ഫലങ്ങൾ, മുല്ലശ്ശേരി